ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IUPAC നെയിമിംഗ് കേട്ടിട്ടുണ്ടോ? എഴുതിയോ? ക്യാപിറ്റൽ ലെറ്റർ IUPAC nomenclature of organic compounds. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പേരിടാൻ പോവാണ് കേട്ടോ മക്കളെ. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പേരിടാൻ പോവാ. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പേരിടാൻ പോവാണേ. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പേരിടാൻ പോവാ. ഓക്കെ, ഹാപ്പി? IUPAC എന്താണ്? നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ പേരിടൽ പ്രക്രിയ. We are going to give name for organic compounds. Organic compoundsine പേരിടാൻ പോവാണ് നമ്മൾ. We are going to give nomenclature. Nomenclature naming എന്നാ പറയാ. Nomenclature നമ്മൾ naming എന്നാ പറയാ. Naming of organic compounds. Naming പേരിടാൻ പോവാണ്. അതിനു മുന്നേ what is the full form of IUPAC? Can anyone say what is the full form of IUPAC? I will tell you. I for international. Very good. ധാരായി പേരിടുന്ന നിയമമൊക്കെ കണ്ടുപിടിച്ചതാണ് നോക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് എന്നും പറയാ, ഫോർ എന്നും പറയാ. International Union for Pure and Applied Chemistry. So take down IUPAC. Very, very important. ഈ യൂണിയൻ ആണ് ഡിസൈഡ് ചെയ്യുക പേര് എങ്ങനെ വേണം, എവിടെ വേണം, എന്ത് വേണം. ഈ യൂണിയൻ, this union will decide what to give, where to give, when to give while naming organic compounds. Once again I repeat, this union will give what to give, when to give, why to give, where to give. എന്ത്, എവിടെ, എങ്ങനെ, എപ്പോ പേര് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന നിയമങ്ങൾ വരുന്നത് ഈ യൂണിയൻ എന്നാണ്. ഫ്രം IUPAC. You got it or not? Yes, good. അപ്പൊ ഈ IUPAC ആണ് പേരിടുന്നതിന്റെ നോമൻക്ലേച്ചറിന്റെ ഗൈഡ് ലൈൻസ് എല്ലാം നീണ്ടിരിക്കുന്നത്. അതിനു മുന്നേ നമ്മൾ ബിഫോർ ഗോയിങ് ടു റൂൾസ്, let me tell you one example. ഇതൊന്ന് എഴുതിയെടുക്കുക. ഒരു എക്സാമ്പിൾ ബിഫോർ ഗോയിങ് ടു റൂൾസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദിത്യൻ, പ്ലീസ് പുട്ട് ഓൺ യുവർ വീഡിയോ. മോനെ ആദിത്യ, ഓക്കെ. സാറ് ബോർഡില് ഒരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. ഈ എക്സാമ്പിൾ എല്ലാവരും വരച്ചിടുക. ഗൗതം, ആരുതർ ഗൗതം? യെസ്. ഗൗതം താടി കൈവച്ച ഉറക്കം വരും. യെസ്. സാറ് നിങ്ങളെ വെറുപ്പിക്കല്ല കേട്ടോ, എങ്ങനെയെങ്കിലും നിങ്ങളെ ഈ സെറ്റാക്കാൻ നോക്കുകയാണ് കേട്ടോ.
ഇത് ഞാൻ എന്തിനെ തന്നിട്ടുണ്ടെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് കീപ് ഇൻ മൈൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് പോകുന്ന കാർബണിനെയും ഹൈഡ്രജനും ഇങ്ങനെ പോകുന്ന കാർബണിനെയും ഹൈഡ്രജനെയാണ് what we call as main chain. Please note this. Please note this. ഈ സൈഡിലുള്ള കാർബൺ ഹൈഡ്രജനെ പറയുന്ന പേരാണ് സൈഡ് ചെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച്. സൈഡ് ചെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച് കാർബൺ ഹൈഡ്രജൻ. ഇത് ഇന്നലെ നമ്മൾ പഠിപ്പിച്ച നമ്മൾ തന്നെ പഠിപ്പിച്ച ഒരു സൈഡ് കൂടി എടുത്തിടാം. ഇതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇന്നലെ സാറ് പഠിപ്പിച്ച ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ എന്ത് നമുക്ക് അറിയണം. ഫങ്ഷൻ. അപ്പോ ഒരു കോമ്പൗണ്ട് തന്നാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്കിപ്പോ മനസ്സിലായി. ഒരു കോമ്പൗണ്ട് തന്നാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. മെയിൻ ചെയിൻ ഉണ്ടാവും, സൈഡ് ചെയിൻ ഉണ്ടാവും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ കാർബണും ഹൈഡ്രജനും കൂടി ചേർന്ന സാധനങ്ങള് കാർബണും ഹൈഡ്രജനും കൂടിയുള്ള സാധനങ്ങള് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതാണ് മെയിൻ ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ. സ്കെലട്ടൺ എന്നൊക്കെ പറയും മെയിൻ ചെയിൻ, സ്പൈനൽ കോഡ്. ഈ കാർബണും ഹൈഡ്രജനും തന്നെ സൈഡിൽ തുടങ്ങിയത് ഇതിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. കാർബണും ഹൈഡ്രജനും അല്ലാത്ത നമ്മൾ ഇന്നലെ പഠിച്ച ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും? സാർ ഇപ്പൊ എഴുതിയതിൽ ക്ലിയർ ആണോ? ക്ലാരിറ്റി കിട്ടിയോ? പ്ലീസ് റെസ്പോണ്ട് യെസ്. കഴിഞ്ഞ? യെസ് സാർ, ക്ലിയർ. വാട്ട് അബൌട്ട് അതേഴ്സ്? What about others? It is CH with OH and not CH2. Yes. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് കാർബണിന് 4 കാലം എന്ന് പറഞ്ഞില്ല. ഇവിടെ CH ആണ്. ഇവിടെ CH ഉള്ളൂ കേട്ടോ. ഞാൻ അറ്റെത്താറായപ്പോ വിട്ടുപോയതാണ്. കീർത്തിക, യു ആർ റൈറ്റ്. താങ്ക് യു. കാരണം കാർബണിന് എത്ര കാലം സാർ പഠിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ CH. കാർബണിന് എത്ര കാലം സാർ പഠിപ്പിച്ചത്? 4. കാർബണിന് എത്ര കാലം സാർ പറഞ്ഞിരിക്കുന്നത്? 4. അപ്പൊ ഈ കാർബണിനെ സംബന്ധിച്ച് ഇതാ 1 കാല്, 2 കാല്, 3 കാല്, പിന്നെ ഹൈഡ്രജൻ ആയിട്ടുള്ള 1 കാല്. സോ 4 കാല്. കാർബണിന് എത്ര കാലം സാർ പഠിപ്പിച്ചിരിക്കുന്നത്? ഇത് CH ആണ്, നോട്ട് CH2. This is CH, not CH2. Please note. Clear? മെയിൻ ചെയിൻ എന്താണ്, ബ്രാഞ്ച് അഥവാ സൈഡ് ചെയിൻ എന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് ഒരു കോമ്പൗണ്ട് കണ്ടാൽ മനസ്സിലാക്കാൻ പഠിച്ചുവോ? യെസ്. നെക്സ്റ്റ് നോമൻക്ലേച്ചർ നോക്കാം. ലെറ്റ് us see about rules. ഇനി നിയമങ്ങൾ പഠിക്കാം. റൂൾസ്. Rule number 1, please take this. Rule number 1, select longest carbon chain in the molecule. Select longest carbon chain in the molecule. Rule number 1, select longest carbon chain in the molecule. Select longest carbon chain in the molecule. Select longest carbon chain in the molecule.
Select longest carbon chain in the molecule. Select longest carbon chain in the molecule. Clear? അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒന്നാമത്തെ റൂളിന്റെ ഫോർ എക്സാമ്പിൾ ഇതിലെങ്ങനെ ലോങ്ങസ്റ്റ് ഇങ്ങനെ ഒരു സാധനം തന്നാൽ how will you find out the longest chain? Before getting into longest chain, you should see all the possibilities before getting into a conclusion. Shoaib video on cheyiye. Before getting into a conclusion, you should see all the possibilities. എങ്ങനെ possibilities ഞാൻ നോക്കാം. Okay, ഇതൊരു possibility, ഇതൊരു chain. 1 2 3 ഇതൊരു chain. Am I right? Am I right? എത്ര കാർബൺ ഉണ്ട്? ഇപ്പൊ യെല്ലോ ലെറ്ററിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 7 7 അല്ലേ? എത്ര കാർബൺ ഉണ്ട്? 7. There are 7 കാർബൺ. അപ്പൊ ഈ യെല്ലോ ലൈനില് 7 കാർബൺ ആണുള്ളത്. ഇനി വേറെ വല്ല പോസിബിലിറ്റി ഉണ്ടോ നമുക്ക്? വേറെ വല്ല പോസിബിലിറ്റി ഉണ്ടോ നമുക്ക്? വേറെ വല്ല പോസിബിലിറ്റി ഉണ്ടോ നമുക്ക്? വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ നോക്കിയേ പ്ലീസ്. Is there any other possibility? Yes, of course. ദാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 7 8. There are 8 here. അറ്റ് എ സ്ട്രെച്ചില് ലോങ്ങസ്റ്റ് ചെയിൻ ഏത് വരുന്നുവോ അത് എടുക്കണം. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക? ഓപ്ഷൻ 1 ആണോ ഓപ്ഷൻ 2 ആണോ? ഏത് ചെയിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഏത് ചെയിനാണ് സെലക്ട് ചെയ്യേണ്ടത്? പ്ലീസ് ടെൽ മി. ഓപ്ഷൻ 1 7, ഓപ്ഷൻ 2 8. വിച്ച് ചെയിൻ ഹാസ് ടു ബി സെലക്ടഡ്? ഓപ്ഷൻ 1 7 കാർബൺ ഉണ്ട്, ഓപ്ഷൻ 2 8 കാർബൺ ഉണ്ട്. among these which one to be selected? Among these which one to be selected? Among these which one to be selected? Option 2. Why rule number 1? Select longest carbon chain. Carbon chain ഏറ്റവും longest. ഓപ്ഷൻ എ അല്ല ഗൗതം, ഓപ്ഷൻ ബി. 8 നമ്പർ കൂടണം. ലോങ്ങസ്റ്റ് ചെയിൻ യെല്ലോ എടുത്തു കഴിഞ്ഞാൽ we are having only 7 carbon. ഗൗതം understood? യെല്ലോ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഉള്ളൂ. യെല്ലോ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഉള്ളൂ യെല്ലോന്. പക്ഷെ ബ്ലൂ പോസിബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ there are 8. So longest chain to be selected. സാർ ഒരു എക്സാമ്പിൾ കൂടി എഴുതിയാലോ? സാർ ഒരു എക്സാമ്പിൾ കൂടി എഴുതിയാൽ നിങ്ങൾ പറയോ ഏത് ചെയിൻ എടുക്കണമെന്ന്? ആർ യു റെഡി? ഹൗ മെനി ഓഫ് യു ആർ റെഡി? നെയിമിങ് പക്കയായിട്ട് പഠിച്ചിട്ട് പോകണം. യെസ്, പൂർവിക, ആദിത്യശ്രീ, ഗൗതം, ഓക്കെ. ഒരു എക്സാമ്പിൾ കൂടി. What is the longest chain available here? What is the longest chain available here? What is the longest chain available here?
What is the longest chain available here? Okay. ഏതാണ് longest chain? ഏതാണ് longest chain? Smearage down to right. Anandu Sundaran 10 carbon. Afla പറയുന്നത് 10 carbon. നമുക്ക് നോക്കാം. നമ്മുടെ മാർഗം നോക്കാം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ 1 2 3 4 5 6 7 8 കാർബൺ. ഈ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ we are getting 8 carbon. Any other option? Any other option? Any other option? My dear students, any other option? Count from right. 1 2 3 4 5 6 7 8 9 10 എണ്ണം കിട്ടും അല്ലേ? അത് റൈറ്റ് ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് നമുക്ക് പിന്നെ നോക്കാം. റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ? ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ we will get 10. 1 2 3 4 5 6 7 8 9 10. So yellow select ചെയ്യണോ ബ്ലൂ സെലക്ട് ചെയ്യണോ? യെല്ലോ ചെയിൻ സെലക്ട് ചെയ്യണോ ബ്ലൂ ചെയിൻ സെലക്ട് ചെയ്യണോ? പ്ലീസ് റെസ്പോണ്ട്. യെല്ലോ സെലക്ട് ചെയ്യണോ ബ്ലൂ സെലക്ട് ചെയ്യണോ? That's it. Yellow to be selected. Why? Because it is the longest chain. നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ ഏതാണോ that you should select. That you should select. Clear? Clear? Yes. Good. Good. ഇനി രണ്ടാമത്തെ റൂൾ എഴുതിക്കോ. Numbering is done. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള്, നമ്പറിംഗ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ. നമ്പറിംഗ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് the branched chain carbon atom numbering is done in such a way that the branched chain carbon atom gets the lowest possible numbers. Once again I repeat, the numbering is done in such a way that the branched chain carbon atom gets the lowest possible numbers. ഇവിടെ നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്ത ചെയിനിലാണ് നമ്പർ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6 7 8. നമ്മൾ സെലക്ട് ചെയ്ത കാർബണിന് നമ്പർ കൊടുക്കുമ്പോൾ നമ്പർ കിട്ടാത്ത ആള്, അനഘ KV ഇവിടെ ശ്രദ്ധിക്കേട്ടോ. അനഘ KV ക്ലാസ് കേൾക്കുന്നില്ലേ പറയുന്നത്? ലിസൺ ഹിയർ. എല്ലാം മ്യൂട്ട് ആക്കിയിട്ട് അവിടെ നിന്ന് സംസാരിക്കുക രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട്. യു ഷുഡ് ലിസൺ ഹിയർ. സീരിയസ് മാറ്റർ ഈസ് ഗോയിങ് ഓൺ. രാവിലെ വന്നിരുന്ന് തമാശ കളിക്കല്ലേ? അതുപോലെ അൽത്താഫ് ഇപ്പോഴും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അൽത്താഫ്, there may be a chance to remove you. ശ്രദ്ധിക്കേ. നോക്ക്, നമ്മൾ ലോങ്സ്റ്റ് ചെയിന് നമ്പർ കൊടുത്തു. നമ്പർ കിട്ടാത്ത ആളെയാണ് നമ്മൾ സൈഡ് ചെയിൻ എന്ന് പറയുക. നമ്പർ കിട്ടാത്ത ആളെയാണ് എന്ത് പറയുക? സൈഡ് ചെയിൻ. നമ്പർ കിട്ടാത്ത ആളെയാണ് നമ്മൾ എന്ത് പറയുക? സൈഡ് ചെയിൻ എന്ന് പറയുക. അപ്പൊ നോക്ക്, ഇതൊന്ന് നമ്മൾ നമ്പർ ഇട്ട ശേഷം നമ്പർ കിട്ടാത്ത ആളാണ് ബ്രാഞ്ച്.
അല്ലെങ്കിൽ സൈഡ് ചെയിൻ. ഈ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം എപ്പോഴും. ഈ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. ഈ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് തോന്നുകയാണ് സാർ ഇവിടുന്ന് ഞങ്ങൾ 1 2 3 ഇടാം. 1 2 3 4 5 6 7 8. സാർ എന്തിനാ ഇവിടുന്ന് അങ്ങോട്ട് ബ്ലാക്കിൽ ഇട്ടിട്ട് പോയത്? എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് യെല്ലോയിൽ ഇട്ടിട്ട് വരാം, അപ്പോൾ എനിക്ക് 8 എണ്ണം കിട്ടുന്നല്ലോ. അങ്ങനെയല്ല, നമ്പർ കിട്ടാത്ത ആളാണ് വിരുന്നുകാരൻ. ബ്രാഞ്ചിന് പരമാവധി ചെറിയ നമ്പർ കിട്ടണം. ബ്രാഞ്ചിന് പരമാവധി ചെറിയ നമ്പർ കിട്ടത്തക്ക വിധത്തിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. ആരാണ് ബ്രാഞ്ച്? നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു, നമ്മൾ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്തു, അതിന് നമ്പർ കൊടുത്തു. പക്ഷെ സൈഡിൽ തൊങ്ങിക്കിടക്കണതിന് നമ്പർ കൊടുക്കില്ല. ആ നമ്പർ കിട്ടാത്ത സാധനമാണ് ബ്രാഞ്ച്. പക്ഷെ ആ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ പേര് കൊടുക്കും. യു ഗോട്ട് ഇറ്റ്? ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ്? ഗുഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെ പേര് കൊടുക്കാം? ഇവിടെ എത്ര വിരുന്നുകാരുണ്ട്? ഇവിടെ ഒരു വിരുന്നുകാരൻ, എന്തുകൊണ്ടാണ് സാർ അതിന് വിരുന്നുകാരൻ എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അങ്ങോട്ട് നമ്പർ ഇടുമ്പോ 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമ്പർ കിട്ടാത്ത ആളുകള്, നമ്മളിങ്ങനെ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്ത് പോകുമ്പോൾ നമ്പർ കിട്ടാത്ത ആളുകളാണ് ബ്രാഞ്ചസ് ഓർ സൈഡ് ചെയിൻസ്. ഈ നമ്പർ കിട്ടാത്ത നമ്മുടെ ആളുകളാണ് സൈഡ് ചെയിൻസ്. അപ്പൊ ഇങ്ങനെ നമ്പർ ഇടുമ്പോ, ഇപ്പൊ നമ്മൾ ഇട്ട പോലെ നമ്പർ ഇടുമ്പോ നമ്മുടെ വിരുന്നുകാർക്ക് ഏതൊക്കെ നമ്പറാണ് കിട്ടിയത്? ഓക്കെ, 4 കിട്ടി, 6 കിട്ടി, 4ഉം 6ഉം കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ട് വന്നേ. അവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 9. അവിടുന്ന് ഇങ്ങോട്ട് വിടും. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അഞ്ചാമത്തെ ഇവിടെ ഉണ്ടല്ലോ 7, ഇവിടെ 7 ഉണ്ട്, 8 9 10. അവിടെ ഇങ്ങോട്ട് നമ്പർ ഇടുമ്പോൾ വിരുന്നുകാർക്ക് 7ാമത്തെ ടോക്കണും 5ാമത്തെ ടോക്കണുമാണ് കിട്ടുന്നത്. വിരുന്നുകാർക്ക് 5ാമത്തെ ടോക്കണും 7ാമത്തെ ടോക്കണുമാണ് കിട്ടുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കറുപ്പിൽ നമ്പർ ഇട്ടപ്പോൾ, ബ്ലാക്കിൽ നമ്പർ ഇട്ടപ്പോൾ വിരുന്നുകാർക്ക് 4ാമത്തെ അല്ലെ 1 2 3 4ും 6ഉം കിട്ടിയത്. മറ്റേത് 5ഉം 7ഉം ആണ്. വിരുന്നുകാർക്ക് എപ്പോഴും ചെറിയ നമ്പർ കിട്ടണം. ബ്രാഞ്ചസിന് ചെറിയ നമ്പർ കിട്ടണം. ഒരു എക്സാമ്പിൾ സാർ ശരിക്കും പറഞ്ഞു, കുറച്ചുകൂടി നീറ്റായിട്ട് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇതില് ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യും. ലോങ്ങസ്റ്റ് ചെയിൻ റൂൾ നമ്പർ 1 വെച്ചിട്ട് ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യും. ഏഴ് കാർബൺ. വെരി ഗുഡ്. ഇതാണ്. Is this correct? No. Good. ഇനി ഏതാ ഓപ്ഷൻ? ഏതാ കറക്റ്റ്? ഏതാ കറക്റ്റ്? 7 ആണ് കറക്റ്റ്. അപ്പൊ എങ്ങനെ എടുക്കണം? ഫിഫ്ത്ത് സീന്ന് 2ാമത്തെ കാർബണിലേക്ക്. ലോങ്ങസ്റ്റ് സ്ട്രേറ്റ് ചെയിൻ ടു ബി സെലക്ടഡ് എന്നാ സാർ പറഞ്ഞു.
ഇങ്ങനെ സെലക്ട് ചെയ്താലോ? ഞാൻ ചോദിക്കാനേ, ധാരണയില്ല. ഇങ്ങനെ ഒരു സ്ട്രക്ചർ സെലക്ട് ചെയ്താലോ? ഇസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട്? പ്ലീസ് റെസ്പോണ്ട്, ഓൾ ഓഫ് യു. ഇവിടെ എത്ര വിരുന്നുകാരുണ്ട്? നമ്മൾ സെലക്ട് ചെയ്ത ചെയിനിൽ പെടാത്ത ആളുകളാണ് വിരുന്നുകാർ. നമ്മൾ സെലക്ട് ചെയ്ത ചെയിനില് പെടാത്ത ആളുകളാണ് വിരുന്നുകാർ, ഗസ്റ്റ്. ഇതിൽ എത്ര വിരുന്നുകാരുണ്ട്? ഹൗ മെനി ഗസ്റ്റ് ആർ ദർ? നമ്മൾ സെലക്ട് ചെയ്ത ലോങ്സ്റ്റ് ചെയിനില് പെടാത്ത 2 ആളുകളാണ് വിരുന്നുകാർ. നമ്മൾ സെലക്ട് ചെയ്ത ലോങ്സ്റ്റ് ചെയിനില് പെടാത്ത 2 ആളുകളാണ് വിരുന്നുകാർ. നമ്മൾ സെലക്ട് ചെയ്ത ചെയിനില് പെടാത്ത 2 ആളുകളാണ് വിരുന്നുകാർ. അപ്പൊ ഇതിൽ ആരൊക്കെയാ വിരുന്നുകാര്? അർച്ചന ഉറങ്ങാണ്, ശ്രദ്ധിക്ക്. ശബരി ശ്രദ്ധിക്ക്. ദിസ് ഈസ് എ ഗസ്റ്റ്, ദിസ് ഈസ് എ ഗസ്റ്റ്. ഇതൊരു വിരുന്നുകാരനാണ്, ഇതും ഒരു വിരുന്നുകാരനാണ്. എങ്ങനെയാണ് സാർക്ക് വിരുന്നുകാരനാണെന്ന് മനസ്സിലായത്? ഞാൻ സെലക്ട് ചെയ്ത ചെയിനിൽ ഉൾപ്പെടാത്ത ആളുകളെല്ലാം ഗസ്റ്റുകളാണ്, ബ്രാഞ്ചുകളാണ്, വിരുന്നുകാരാണ്. After I have selected the longest chain, the remaining all members are guests or side chain or branches. Clear? ഞാൻ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്ത ശേഷം ബാക്കി വരുന്ന ആളുകളെ പറയുന്ന പേരാണ് സൈഡ് ചെയിൻ അഥവാ ബ്രാഞ്ചസ്. വിരുന്നുകാർ. Agreed students? Agreed or not? Yes. ഞാൻ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്ത ശേഷം റിമൈനിങ് ബാക്കി വരുന്ന ആളുകളെ പറയുന്ന പേരാണ് ബ്രാഞ്ചസ്, സൈഡ് ചെയിൻ, എക്സെട്ര. ബ്രാഞ്ചസ്, സൈഡ് ചെയിൻ, എക്സെട്ര. ക്ലിയർ? അപ്പൊ എവിടുന്ന് എങ്ങോട്ട് നമ്പർ ഇടാം? നമ്പർ ഇടാൻ 2 വഴികളുണ്ട്. 1 2 3 4 5 6 7. This is one method. നമ്പർ ഇടാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പൊ എഴുതിയത്. ഈ നമ്പർ ഇടാനുള്ള അടുത്ത മെത്തേഡ് ഇവിടുന്ന് ഇടാം. 1 2 3 4 5 6 7. ഇതിൽ യെല്ലോ ചൂസ് ചെയ്യണോ ബ്ലൂ ചൂസ് ചെയ്യണം? നമ്പറിങ് ചെയ്യുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണോ അവിടുന്ന് ഇങ്ങോട്ട് ഇടണോ എന്നുള്ളതാണ് ചോദ്യം. നമ്പർ ഇടുമ്പോൾ യെല്ലോ ചൂസ് ചെയ്യണോ ബ്ലൂ ചൂസ് ചെയ്യണം? ശ്രീയ ബ്ലൂ പറയുന്നുണ്ട്, അഫ്ല ബ്ലൂ പറയുന്നുണ്ട്, ശബരിനാഥ് ബ്ലൂ പറയുന്നുണ്ട്, ശ്വേത എന്താണ് യെസ് എന്നിട്ടിരിക്കുന്നത്? യെസ്. അനന്യ ബ്ലൂ പറയുന്നുണ്ട്, ഊർവിക ബ്ലൂ പറയുന്നുണ്ട്, അർച്ചന ബ്ലൂ പറയുന്നുണ്ട്. എല്ലാവരും ബ്ലൂ ആണ്. മെൻ ഇൻ ബ്ലൂ എന്ന് പറയുന്ന പോലെ എല്ലാവരും ബ്ലൂ ആണ് പറയുന്നത്. വൈ ബ്ലൂ? My question is, why you have selected the blue option? Lowest number for branch. Very good, Urmila. Very good. നമ്മുടെ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരാണ് ഈ CH3യും ഈ CH3. ഈ വിരുന്നുകാരന് ഭക്ഷണം കൊടുക്കുമ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം ബ്ലൂവിൽ നമ്പർ ഇടുമ്പോ ഈ വിരുന്നുകാരന് കിട്ടുന്ന നമ്പർ 2. ബ്ലൂവിൽ നമ്പർ കൊടുക്കുമ്പോൾ ഈ വിരുന്നുകാരന് 2ാമത്തെ ടോക്കൺ കിട്ടി, ഈ വിരുന്നുകാരന് 5ാമത്തെ ടോക്കൺ കിട്ടി. നേരെ മറിച്ച് യെല്ലോയില് നമ്മൾ നമ്പർ ഇടുമ്പോ ഈ വിരുന്നുകാരന് 3, ഈ വിരുന്നുകാരന് 6. Clear or not? Yes. നോക്ക്, ബ്ലൂ നമ്പറിംഗ് 1 2 3 4 5 6 7. ബ്ലൂ നമ്പറിംഗില് വിരുന്നുകാർക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 25.
സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 + 5 7 ആയി കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 + 6 9 ആയി കിട്ടും. അപ്പൊ വിരുന്നുകാർക്ക് പെട്ടെന്ന് ചോറ് കൊടുത്തു വിടണം. രണ്ടാമത്തെ ടോക്കണും അഞ്ചാമത്തെ ടോക്കണും കിട്ടുമെങ്കിൽ അതാണ് പ്രിഫറബിൾ. രണ്ടാമത്തെ ടോക്കണും അഞ്ചാമത്തെ ടോക്കണും കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് പ്രിഫറബിൾ. 3ഉം 6ഉം കിട്ടുന്നത് കുറച്ചുകൂടി വൈകിട്ടാ ഊണ് കിട്ടുന്നത്. വിരുന്നുകാർക്ക് ആദ്യം ചോറ് കൊടുത്തു വിടുക. വിരുന്നുകാരന് ചെറിയ ടോക്കൺ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ഇതിനാണ് ലോവസ്റ്റ് സം റൂൾ എന്നൊക്കെ പറയുക. എന്ത് റൂളാണ്? സൈഡിൽ എവിടെ എഴുതി വെച്ചോ, ഗസ്റ്റ് ഓർ ബ്രാഞ്ചസ് ഷുഡ് ഗെറ്റ് ദ ലോവസ്റ്റ് നമ്പർ. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ വന്ന വിരുന്നുകാരനെ എത്രയും പെട്ടെന്ന് ചാപ്പാട് കൊടുത്ത് വിടണം. നീ അവിടെ നിൽക്ക്, പിന്നെ കഴിക്കാൻ പറയാൻ പറ്റുമോ? നമ്പർ ഇല്ലാത്ത ആള് വിരുന്നുകാരനാണ്. നോക്ക്, ഇത് നമ്മുടെ വിരുന്നുകാരനാണ്, ഇത് നമ്മുടെ വിരുന്നുകാരൻ. കാരണം നമ്പർ ഇല്ല, നമ്മുടെ മെയിൻ ചെയിനിൽ പെട്ടിട്ടില്ല. അപ്പൊ ഇതിൽ ഏത് വേണം? ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇടണോ, അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇടണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോൾ വിരുന്നുകാർക്ക് ആദ്യത്തെ വിരുന്നുകാരന് രണ്ടാമത്തെ ടോക്കനും അടുത്ത വിരുന്നുകാരന് അഞ്ചാമത്തെ ടോക്കനുമാണ് കിട്ടുന്നത്. നേരെ മറിച്ച് യെല്ലോ നമ്പറിൽ അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇടുമ്പോൾ ആദ്യത്തെ വിരുന്നുകാരന് 3ഉം ആറാമത്തെ വിരുന്നുകാരന് കേട്ടോ, അടുത്ത വിരുന്നുകാരന് ആറാമത്തെ നമ്പർ കിട്ടുന്നത്. സോ നമുക്ക് ലോവസ്റ്റ് നമ്പർ ഷുഡ് ബി സെലക്ടഡ്. ഇതിനാണ് നമ്മൾ ലോവസ്റ്റ് സം റൂൾ എന്ന് പറയും. ചെറിയ ടോക്കൺ കിട്ടിയെന്ന് ഉറപ്പുവരുത്തും. വിരുന്നുകാരന് ചെറിയ ടോക്കൺ കിട്ടിയെന്ന് ഉറപ്പുവരുത്തും. യെസ്. മൂന്നാമത്തെ റൂളും കൂടി എഴുതിയിട്ട് വിടാം. മൂന്നാമത്തെ റൂള് ജസ്റ്റ് എഴുതി നിർത്തിക്കോ. ആകെ 6 റൂൾസേ ഉള്ളൂ. ടോട്ടലി there are 6 റൂൾസ്. അതിൽ 3 റൂള് പഠിക്കുക. ആ റൂളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽ ചെയ്യുക. ഒരു ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ നോമൻക്ലേച്ചർ തീർക്കാം. ഓക്കെ. കാരണം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഭാഗമാണ് നമ്മൾ കൈവച്ചത്. ബാക്കിയൊന്നും ഇത്രയും കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ വിരുന്നുകാർക്ക് എങ്ങനത്തെ നമ്പർ കിട്ടണം? ഒന്ന് പോസ്റ്റ് ചെയ്യുക എല്ലാവരും. വിരുന്നുകാർക്ക് എങ്ങനത്തെ ടോക്കൺ കിട്ടണം? ചെറിയ ടോക്കൺ കിട്ടണോ, വലിയ ടോക്കൺ കിട്ടണോ? വെരി ഗുഡ് ആദിത്യശ്രീ, ഊർവിക. അപ്പൊ വിരുന്നുകാരെ എപ്പോഴും ഗൗനിക്കണം, വിരുന്നുകാരെ എപ്പോഴും മൈൻഡ് ചെയ്യണം. മൈൻഡ് യുവർ ഗസ്റ്റ് വിത്ത് ലോവസ്റ്റ് ടോക്കൺ. മൈൻഡ് യുവർ ഗസ്റ്റ്, ട്രീറ്റ് യുവർ ഗസ്റ്റ് ബൈ ഗിവിംഗ് ലോവസ്റ്റ് ടോക്കൺ. ശൈലേഷ്, ലിസൺ ഹിയർ. Mind your guest with the lowest token. Treat your guest with the lowest token. You got it? Yes. Good. ഇനി മറക്കോ നമ്മളുള്ളതിൽ ഏറ്റവും വലിയ ഫാമിലി സെലക്ട് ചെയ്യണം, ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ആ ലോങ്ങസ്റ്റ് വീട്, വലിയ കുടുംബത്തിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ പഴയ തറവാട്ടിലേക്ക് വന്ന പോലെ ചെറിയ ടോക്കൺ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് വിടണം. വലിയ കുടുംബം, വലിയ ചെയിൻ, ചെറിയ ടോക്കൺ. വിരുന്നുകാർക്ക് ചെറിയ ടോക്കൺ, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വലിയ ചെയിൻ. യു ഗോട്ട് ഇറ്റ്? മൂന്നാമത്തെ റൂള് മാത്രം എഴുതി വെച്ചത് ഞാൻ നിർത്താം. 6 മണിയായി ഓൾറെഡി. എഴുതിക്കുക മൂന്നാമത്തെ റൂള്. ദ പൊസിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്. സ്മീരജ് മോനെ എഴുത്. The position of substituents is indicated by the appropriate numbers. The position of substituents is indicated by appropriate numbers. The position of substituents is indicated by the appropriate numbers. Full stop. If different alkyl groups are present, അതേ റൂളിൽ തന്നെയാണ്. If different alkyl groups, ALKYL, alkyl. If different alkyl groups are present. If different alkyl groups are present, comma, they are listed in their alphabetical order. They are listed in their alphabetical order. ഈ 3rd റൂളും 4th ഉം 5th ഉം നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി ഓർഡറും ഈ 3 റൂൾസും പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ. ബൈ. താങ്ക് യു. See you in the next class. Bye. Thank you. Bye.